പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. ഒരുപക്ഷെ ഇടത് തുടർഭരണത്തിന്റെ ക്ഷീണം പിന്തുടർന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകുന്നതായിരുന്നു പാലക്കാട്ടെ വിജയം. വലിയ തോതിൽ സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസ് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു പാലക്കാട്ടേത്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പിന്റെ സർവാധിപത്യം ഉറപ്പുവരുത്തുന്നത് കൂടിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു. അന്ന് ഏറ്റവും അധികം സന്തോഷിച്ചവർ ഇന്ന് ഏറ്റവും അധികം ദുഃഖിതരാണ്. ഈ സ്ഥിതി കോൺഗ്രസിന് വരുത്തിയത് രാഹുൽ മാങ്കുടത്തിൽ തന്നെയാണ്. യുവനേതാവിനെതിരെ മാധ്യമപ്രവർത്തകയും അഭിനേതാവുമായ റിനി ആൻഡ് ജോർജ് രംഗത്ത് വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. യുവനേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു മാധ്യമപ്രവർത്തക പറഞ്ഞത്. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാകരുതെന്ന് ഉപദേശിച്ചു. ഹൂ കെയർ എന്നായിരുന്നു യുവനേതാവിന്റെ ആറ്റിറ്റ്യൂഡ് എന്നും റിനി പറഞ്ഞിരുന്നു. പേര് പറയാതെയായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലെങ്കിലും രാഹുലിനെ ഉദ്ദേശിച്ചുള്ള പരാമർശമാണ് നടത്തിയതെന്ന ആരോപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. തൊട്ടു പിന്നാലെ രാഹുലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ഹണീഫ് ഭാസ്കരനും രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കുടത്തിൽ തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്നും ഇത് തുറന്നു കാട്ടിത്തന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുമായിരുന്നു ഹണീഫ് ഭാസ്കർ പറഞ്ഞത്. സംഭവം വലിയ വിവാദമായി മാറി. രാഹുൽ മാങ്കുടത്തിനെതിരെ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ മാങ്കുടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിരുന്നു. ഹൈക്കമാൻഡും കഴിയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കുടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശബ്ദ സന്ദേശങ്ങളും മറ്റും പുറത്തേക്ക് വരുന്നതോടെ MLA സ്ഥാനത്ത് നിന്നുകൂടി രാഹുൽ രാജിവെച്ചേക്കുമെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ രാഹുൽ MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്ന പ്രചരണം വളരെ ശക്തമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ രാഹുൽ രാജിവെച്ചൊഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDF-നും ക്ലീൻ ഇമേജ് ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. LDF-ലെ ആരോപണ വിധേയർ രാജിവെക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് പാർട്ടിക്ക് ബോണസ് മാർക്ക് നൽകും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണവും രാജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരോപണങ്ങൾ ഗൗരവമായി അന്വേഷിക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ രാഹുലിനെയും ന്യായീകരിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ MP നടത്തിയത്. വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെയും CPM-നെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. രാഹുൽ രാജിവെച്ചതുപോലെ ഏതെങ്കിലും CPM നേതാക്കളാണ് രാജിവെച്ചതെങ്കിൽ മാധ്യമങ്ങൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുമായിരുന്നു. ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വയമേധയാ പാർട്ടിയെ അറിയിച്ചു. നേതൃത്വം മറ്റു പാർട്ടികൾ പിന്തുടർന്ന അതേ ശൈലി തുടരാതെ ആ തീരുമാനത്തെ ശരിവെക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചു. പദവി ഒഴിഞ്ഞിട്ടും കോൺഗ്രസ് എന്തു ചെയ്തു എന്ന കുറ്റപ്പെടുത്തലുകൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നാണ് ഷാഫി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാലക്കാട് ജില്ലയിൽ ഷാഫി മത്സരത്തിന് വന്നതോടെ അതുവരെ ജില്ലയിൽ ശക്തമായിരുന്ന I ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയും A ഗ്രൂപ്പ് ശക്തമാവുകയുമായിരുന്നു. പാലക്കാട്ടെ പാർട്ടിയെ തന്നെ A ഗ്രൂപ്പും ഷാഫി പറമ്പിലും വിഴുങ്ങുകയായിരുന്നു. ഇതിൽ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ I ഗ്രൂപ്പ് ഏറെക്കുറെ ഹാപ്പിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് പകരം നിലവിൽ MP ആയ VK ശ്രീകണ്ഠൻ തന്നെ പാലക്കാട് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. മറ്റു പല MP-മാർക്കുള്ളതുപോലെ MLA ആയി മന്ത്രിയൊക്കെ ആകണമെന്ന ആശ ശ്രീകണ്ഠനുമുണ്ടെന്ന് കേൾക്കുന്നു. രാഹുലിനെ MLA ആക്കാൻ ഏറ്റവും കൂടുതൽ തുനിഞ്ഞിറങ്ങിയത് ഷാഫിയായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ തകർന്നു വീഴുമ്പോൾ ഇനിയും ഷാഫിയും കൂട്ടരും മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കുമെന്ന് I ഗ്രൂപ്പ് കരുതുന്നില്ല. ഈ സാധ്യതയാണ് VK ശ്രീകണ്ഠൻ MP MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് കൂടുതൽ വഴിയൊരുങ്ങുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ജനങ്ങളുമായുള്ള വ്യക്തിബന്ധവും മറ്റു ഘടകങ്ങളും ശ്രീകണ്ഠന് ഗുണമാകുമെന്ന് ഗ്രൂപ്പ് പറയുന്നു. പ്രതാപകാലം നഷ്ടപ്പെട്ട I ഗ്രൂപ്പിന് പാലക്കാട്ടെ കോൺഗ്രസിനെ പിടിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് കേൾക്കുന്നു.